ഹലോ, എന്നാ ഉണ്ട് പിന്നെ സുഖമായിരിക്കുന്ന എല്ലാവരും. അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം ഡിന്നറിന് വേണ്ടിയിട്ട് എന്താ വേണ്ട, ചപ്പാത്തിക്ക് ഒരു കറി നോക്കുമ്പോഴത്തേക്കാണ് ഒന്നും പ്രത്യേകിച്ചില്ല. ചിക്കൻ ഉണ്ട്, പക്ഷേ എങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു ഡിഫറൻ്റ് ആയിട്ട് കഴിക്കാൻ തോന്നി. അപ്പോഴാണ് ഒരു പെട്ടെന്നൊരു മസാലക്കറി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഉരുളക്കിഴങ്ങ് വേവിച്ച് മാറ്റി വെച്ചു. അതിനുശേഷം ഞാൻ ഒലിവ് ഓയിലാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഒലിവ് ഓയിൽ ചൂടാകുമ്പോഴത്തേക്കും കടുക്, ജീരകം, പിന്നെ കുറച്ച് എന്താ പറയുക, കടലയല്ലല്ലോ, പരിപ്പില്ലേ, പരിപ്പ് അതിട്ടു. പിന്നെ ചുവന്ന മുളക് അതെല്ലാം ഇട്ട് നോക്കുമ്പോഴത്തേക്കാണ് തവി എടുത്തിട്ടില്ല, പുറത്താണല്ലോ കുക്ക് ചെയ്യുന്നത്. പിന്നെ അത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു, കുറച്ചുള്ള ടെക്നിക്കൊക്കെ വെച്ചിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കരിഞ്ഞു പോകും ഞാൻ അകത്ത് പോയി തവി എടുത്ത് വരുമ്പോഴേക്കും. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ, ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി ഇളക്കി കൊടുക്കാമെന്ന്. അതിലേക്ക് ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും സാധനം ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. കാര്യം ആ ഒരു കൺസിസ്റ്റൻസിയാണ് അതെപ്പോഴും നല്ല എന്താ പറയുക, കറക്റ്റായിട്ട് ഈ മസാലക്കറിക്ക് വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്കും കറിവേപ്പിലയില്ല. അപ്പോഴാണ് ആക്ച്വലി ഇരുട്ടായി. പക്ഷേ എങ്കിലും നമ്മൾ കറിവേപ്പില ഇല്ലാതെ നമ്മളൊന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ, ടോർച്ചൊക്കെ അടിച്ച് പോയിട്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുന്നേ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇവനെ ഒന്നങ്ങ് ഇളക്കി മാറ്റി വെച്ചു. കാര്യം അത് കുറച്ച് സമയം എടുക്കുമല്ലോ, ഒന്ന് ചൂടായിട്ട് അത് ട്രാൻസ്പെറൻ്റായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി അതിന് ശേഷം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. തവി ഞാനിപ്പോഴും എടുത്തിട്ടില്ല. ദാറ്റ് ഈസ് ഓക്കെ, നമ്മളിങ്ങനെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കും, നമുക്ക് പ്രശ്നമില്ല. പിന്നെ ഞാൻ പോയിട്ട്, ഞാൻ പറഞ്ഞില്ലേ ടോർച്ചൊക്കെ അടിച്ചിട്ട് ഇരുട്ടായി, അതുകൊണ്ട് പോയി ഒരു കറിവേപ്പിലയുടെ ഒരു ഇച്ചിരി എടുത്തിട്ട് വന്നു. കാര്യം കറിവേപ്പില ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കറിക്ക് ഒരു ഫ്ലേവറും ഉണ്ടാവില്ല കേട്ടോ. അപ്പം പക്ഷേ നോക്ക്, നല്ല ഭംഗിയുള്ള കറിവേപ്പില കണ്ടോ, ഇരുട്ടായി കേട്ടോ. ചെറിയൊരു മഴയുടെ കാറൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കറിവേപ്പില ഒന്ന് കഴുകി അതൊന്ന് പിച്ചി ചീന്തി അതിനകത്തേക്ക് ഇട്ടു. ആക്ച്വലി ഇത് ഏറ്റവും എളുപ്പമുള്ളൊരു സാധനം കേട്ടോ ഉണ്ടാക്കാനായിട്ട്. അതൊന്ന് ട്രാൻസ്പെറൻ്റായി വരുമ്പോഴത്തേക്കും നേരെ ഇനി നമ്മുടെ വേവിച്ച് വെച്ചേക്കണ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പൊടിച്ചിട്ടിടുക. ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം മൊത്തം കൂടി ഒന്ന് മിക്സ് ആകുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു. എന്നിട്ടുണ്ടല്ലോ ഒരു പൊടിക്ക്, ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. ലാസ്റ്റ് ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ഒരു പൊടിക്ക് ഒരു ചെറുതായിട്ട് ഇത്തിരി ഗരം മസാലയും കൂടി ഇട്ടു. ദാറ്റ്സ് ഇറ്റ്. അടിപൊളിയാണ്. ചപ്പാത്തിയുടെ കൂടെ സൂപ്പറാണ്. നിങ്ങൾക്കൊക്കെ അറിയുന്ന കറി ആയാലും ചുമ്മാ ഒന്ന് ഷെയർ ചെയ്താൽ കേട്ടോ.